അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കുവാനും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനൊരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്തിനാ വീണ്ടും ജനിപ്പിച്ചേക്കുന്നേ? ഇവിടെ വലിയ വീട് പണിത് എന്തിനാ വീണ്ടും ജനിപ്പിച്ചേക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്തിനാ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നേ? നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിനുവേണ്ടി എന്നെ വീണ്ടും ജനിപ്പിച്ചതെന്ന് ബോധ്യമുണ്ടോ? യു ഷുഡ് നോ. എന്തിനാ ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് എന്നൊരു ബോധ്യം നമുക്ക് വേണം. അടുത്തേക്ക് പോവുക. എന്നിട്ട് പറയുന്നു, അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. പത്രോസ് പറയാണ്, സഭയുടെ ഒരു പ്രത്യേക നേച്ചറാണ് പറയുന്നത്. എന്തുവാ? സഭയുടെ ഒരു സ്വഭാവത്തെ വെളിപ്പെടുത്തുക. എന്തുവാ പറയുന്നത്? വായിച്ച വാക്യവും കൂടെ വായിക്കും നമ്മൾ. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. പരീക്ഷകളിൽ ആനന്ദിക്കുന്ന ഒരു കൂട്ടം ജനമാണ് ദൈവത്തിൻ്റെ സഭ. ഓക്കെ, വായിക്കാം നമുക്ക്. ആനന്ദിക്കുന്നു. എന്നിട്ട് പറയുന്നു, അത് എങ്ങനത്തെ പരീക്ഷയാണ്? വായിച്ചോ. ദുഃഖിച്ചിരിക്കുന്നതിൽ ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരും. ഈ ഭാഗം എല്ലാം വായിച്ചു കഴിയുമ്പോഴാണ് ഞാനൊരു കാര്യം ഇവിടുന്ന് ഇന്ന് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദ ഡിഫറെൻറ്റ് നെയിംസ് പീറ്റർ യൂസസ് ഫോർ ദ ചർച്ച്. സഭ എന്താണെന്നും എങ്ങനെയുള്ളതാണെന്നും വെളിപ്പെടുത്താനായിട്ട് പത്രോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന ചില പദപ്രയോഗങ്ങളാണ്. ആ പദപ്രയോഗങ്ങൾ പഠിച്ചാൽ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നെന്നും അപ്പോസ്തലന്മാരുടെ കാഴ്ചപ്പാട് എന്തായിരുന്നെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മളോട് ചോദിക്കാമെന്ന് വിചാരിക്കുക, ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് എന്താണ് നമ്മുടെ കാഴ്ചപ്പാടെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നതെന്നുള്ളതൊന്നും. പക്ഷേ അപ്പോസ്തലനായ പത്രോസ് ദ ഫസ്റ്റ് ജനറേഷൻ, ആദ്യ തലമുറയോട് പറയുകയാണ്, ഐ വാണ്ട് യു ഷുഡ് നോ വാട്ട് എ ചർച്ച് ഷുഡ് ബി. സഭ എങ്ങനായിരിക്കണം, സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ഈ അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നുണ്ട്. 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 18 കൂട്ടം കാര്യങ്ങൾ പത്രോസ് അപ്പോസ്തലൻ സഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുക. എന്നിട്ട് നമ്മളൊക്കെ അതിനകത്തെങ്ങാനും ഉണ്ടോയെന്നൊന്ന് നോക്കിക്കോളോ. ഇതിലേതെങ്കിലുമൊക്കെ നമ്മൾ പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തത് സഭയെക്കുറിച്ച് പറയുകയാണ്. അതിൻ്റെ 1-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുന്നു, പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം
ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരുമായ വൃതന്മാർ. 5 കാര്യങ്ങൾ അവിടെ പറഞ്ഞേക്കുന്നത് സഭയെക്കുറിച്ച്. സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ. 1, അവർ പിതാവായ ദൈവത്താൽ മുന്നറിയിക്കപ്പെട്ടവരാണ്. പൗലോസ് അപ്പോസ്തലൻ അതിന് ആമേൻ പറയുന്നുണ്ട്. എങ്ങനെ പറയുന്നു? ലോകസ്ഥാപനത്തിനു മുൻപേ നിങ്ങളെ അവൻ തിരഞ്ഞെടുത്തു. സംഗതിയൊക്കെ ശരിയായിരിക്കാം. നമ്മൾ 62 വേണമെങ്കിൽ ഒരു വിശ്വാസത്തിൽ വന്നതായിരിക്കാം, വേറെ ആൾ 77-ലായിരിക്കാം വന്നേ, വേറെ ആൾ 82-ലായിരിക്കാം വന്നേ, ഒരാൾ കഴിഞ്ഞ ആഴ്ചയായിരിക്കാം വന്നേ. പക്ഷെ ദൈവം പറയുകയാണ്, നിങ്ങളെ ദൈവം എന്തിരിക്കുന്നു? നേരത്തെ അറിഞ്ഞിരിക്കുന്നു. ദൈവത്താൽ മുന്നറിയപ്പെട്ട ഒരു ജനമാണ് ദൈവത്തിൻ്റെ സഭ. ദൈവത്താൽ മുന്നറിയപ്പെട്ടത്. എപ്പോഴും മുന്നറിയപ്പെട്ടു? ലോകസ്ഥാപനത്തിനു മുൻപേ എന്നെ ദൈവം എന്ത് ചെയ്തു? ക്രിസ്തുവിലൂടെ കണ്ടു, തിരഞ്ഞെടുത്തു, എന്നെ ദൈവത്തിൻ്റെതാക്കി വെച്ചു. ദൈവമക്കൾക്ക് ആ ഒരു ബോധ്യം നല്ല പോലെ ഉണ്ടായിരിക്കണം. ഞാൻ പിതാവായ ദൈവത്താൽ മുന്നറിയപ്പെട്ടവനാണ്. രണ്ടാമത് പറയുന്നു, നമ്മളെക്കുറിച്ച് പറയുന്ന രണ്ടാമത്തെ പദം എന്നാണെന്നറിയാമോ? നമ്മൾ പരദേശികളാ ഈ ലോകത്തിൽ. അതിന് 1-ാം വാക്യത്തെ പറയുന്നത് വിധുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികൾ. വിശ്വാസികൾക്ക് വിട്ടേക്കുന്ന ഒരു പേരാ. നമ്മളെന്തുവാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? നമ്മൾ ഇവിടുത്തെ സ്ഥിരവാസികൾ അല്ല. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. എല്ലാ ദൈവമക്കൾക്കും ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഞാൻ ദൈവത്താൽ മുന്നറിയപ്പെട്ടവനാണ്. 2, ഞാൻ പരദേശിയാണ്. ഇവിടെ എനിക്ക് നിലനിൽക്കുന്ന നഗരമില്ല. അതുകൊണ്ട് ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാട്ടിട്ടുണ്ട്, ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോൽ. പലരുടെയും ജീവിതം കണ്ടത് തോന്നത്തില്ല. ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ആ ഒരു ബോധ്യത്തോടെ വേണം നമ്മുടെ ഇവിടെ ജീവിതം നയിക്കാനായിട്ട്. നമ്മൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഒരു ദിവസം ഇതൊക്കെ നമ്മൾ വിട്ടേച്ച് പോകും. അന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പം അതിനു മുൻപേ ആ ബോധ്യത്തോടെ ജീവിക്കുന്ന ഒരു തലമുറയായി ഈ ലോകത്തിൽ ദൈവം നാം ജീവിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 3-ാമത്തേലേക്ക് വരിക. ഇവരെക്കുറിച്ച് പറയുന്ന 3-ാമത്തെ കാര്യം എന്തുവാ? ഇവർ ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചവരാണ്. ദൈവത്തിൻ്റെ മക്കളെല്ലാം, പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചവരാ. അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? ആത്മാവിൻ്റെ വിശുദ്ധീകരണം ദൈവം നടത്തി തന്നു. ജഡത്തിൻ്റെ വിശുദ്ധീകരണം നമ്മൾ നോക്കിക്കോണം. കർത്താവേ, ഞാൻ അങ്ങോട്ട് പോവുക. ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്ന നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്താലുള്ള മാലിന്യം നമ്മളിൽ വരാതെ വണ്ണം നാം തന്നെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദൈവത്തിൽ ജനിച്ചിരിക്കുന്നവൻ തന്നെത്താൻ സൂക്ഷിക്കുക. അപ്പം നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വവും കടപ്പാടുമുണ്ട്. അതിൽ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് ബാബിലോൺ സാമ്രാജ്യത്തിലേക്ക് അടിമകളാക്കി പിടിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ രാജ്യ നിയമമാണ് രാജാവ് കഴിക്കുന്ന ഭക്ഷണമേ കഴിക്കാവൂ, രാജാവ് കുടിക്കുന്ന വീഞ്ഞേ കുടിക്കാവൂ. അവരുടെ മെനു അല്ലെങ്കിൽ ഭക്ഷണക്രമ രീതി രാജാവ് കൽപ്പിച്ചിരിക്കുന്നതാണ്. അതനുസരിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. പക്ഷെ അതിൻ്റെ നടുവിൽ ഈ 4 ബാലന്മാരൊരു തീരുമാനമെടുത്തു. രാജാവ് കഴിക്കുന്ന ഭോജനം കൊണ്ടോ രാജകീയമായിരിക്കുന്ന ഭക്ഷണം കൊണ്ടോ ഞങ്ങളെ തന്നെ എന്ത് ചെയ്യത്തില്ല? അശുദ്ധരാക്കത്തില്ല. അവർ തങ്ങളെ തന്നെ സൂക്ഷിക്കാൻ തീരുമാനമെടുത്തു. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞു. എന്തുവാ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് യഹൂദ ബാലന്മാരെ അവർക്ക് കഴിക്കാൻ പറ്റുന്നത് എന്താണെന്നും പാടില്ലാത്തത് എന്താണെന്നും ദൈവം അവർക്ക് പ്രമാണം കൊടുത്തിട്ടുണ്ട്. അവ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ തന്നെത്താൻ സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതല് അവൻ്റെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ
അവൻ സ്വയം വിശുദ്ധിയിൽ സൂക്ഷിപ്പാൻ ഒരു വലിയ കടപ്പാടുണ്ടവന്. അപ്പം ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് അവർ ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചവരാണ്. എന്നിട്ട് പറയുന്നു, എന്തോ പറയുന്നു? അനുസരണം കാണിക്കാനായിട്ടാണ്. ദൈവത്തിൻ്റെ സഭ ദൈവത്തോട് എങ്ങനെയുള്ളവരായിരിക്കണം? അനുസരണമുള്ളവരായിരിക്കണം. കർത്താവ് തന്നെ പറഞ്ഞ വാക്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ചെവിക്കൊള്ളുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും ദൈവത്തിന് പ്രസാദകരമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്നത് ഇത് അനുസരിക്കുന്ന ഒരു കൂട്ടമായിരിക്കണം. കർത്താവ് നമ്മോട് എന്ത് പറയുന്നോ, ദൈവം നമ്മളോട് എന്ത് ആവശ്യപ്പെടുന്നോ അതിനെ അനുസരിപ്പാൻ സമ്പൂർണമായി വിധേയപ്പെട്ട, സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ഒരു കൂട്ടരാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് എന്തുവാ? എന്നിട്ട് വായിക്കാം നമുക്ക്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി. ഇതൊരു ജൂയിഷ് കോൺസെപ്റ്റാണ്. ഇതൊരു യഹൂദ പശ്ചാത്തലത്തിൽ പറയുന്നൊരു പദമാണ്. യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ യാഗമൃഗത്തിൻ്റെ രക്തമെടുത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ? ജനത്തിന്മേലും ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ഫലത്തിന്മേലും അവരെന്ത് ചെയ്യുന്നു? തളിക്കുന്നു. എന്തിനു വേണ്ടിയാ? ആ രക്തം, പാപത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ രക്തത്താൽ അവരെന്ത് ചെയ്തിരിക്കുന്നു? വിശുദ്ധീകരണം പ്രാപിക്കുന്നു. പുനർനിയമത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ, അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? ശുദ്ധീകരിച്ചിരിക്കുന്നു. ഈ ശുദ്ധീകരണം ജീവിതത്തിൽ ഒരിക്കലായി മാത്രം ഉണ്ടാകുന്നതല്ല, എവ്രി ഡേ, ഓരോ ദിവസവും ഓരോ നിമിഷവും. കാരണം നമ്മൾ ജീവിക്കുന്ന എങ്ങനെ ഉള്ള ലോകത്തിലാണ്? അശുദ്ധി നിറഞ്ഞ, പാപം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര അഴുക്കാവരുതെന്ന് വിചാരിച്ച് പോയാലും എന്തു ചെയ്യും? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ പണ്ട് മാർക്കറ്റിൽ പോകാൻ നേരത്തെ ഒരു വെള്ള ടീഷർട്ട് ഇട്ട് വെച്ച് പോയി. പക്ഷെ എത്ര അഴുക്കാവരുതെന്ന് വിചാരിച്ച് പോയാലും ചിലർക്കൊരു രസമാണ് മീൻ മാർക്കറ്റിൽ പോകും. നമ്മൾ ഒന്ന് ചുമ്മാ തട്ടുക എന്ന് പറയും. നമ്മൾ ഇട്ടിരിക്കുന്നതിനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ വളരെ സന്തോഷമുള്ളൂ. അവർക്കൊരു സന്തോഷമാണ് നമ്മുടെ ഉടുപ്പിനെ എന്ത് ചെയ്യുക? മലിനപ്പെടുത്തുക. അത് എനിക്കറിയത്തില്ല എന്തോ ഇതിനകത്ത് ഇത്ര വലിയ സന്തോഷമൊന്നും. ഇഷ്ടംപോലെ സ്ഥലമുണ്ടെങ്കിലും അവർക്ക് ആ മീൻകൊട്ടം നമ്മുടെ പുറത്തുനിന്ന് തട്ടിച്ച് പോയെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എത്ര സൂക്ഷിച്ചാലും ജീവിതത്തിൽ മലിനതകൾ വരാൻ സാധ്യതയുള്ളൊരു ലോകത്തിൽ നാം ദിനംതോറും എന്ത് ചെയ്യണമെന്നറിയാമോ? ശുദ്ധീകരണം പ്രാപിക്കണം. എവിടെല്ലാം പ്രാപിക്കണം? നമ്മുടെ വാക്കുകളിൽ വന്നുപോയ പിഴകളുണ്ടായിരിക്കാം, നമ്മുടെ പ്രവൃത്തികളിൽ വന്നു പോയതുണ്ടായിരിക്കാം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില ചിന്തകളിൽ വന്നു പോയിട്ടുണ്ടായിരിക്കാം. ഇതെന്ത് തന്നെ ആയിരുന്നാലും ഓരോ ദിവസവും ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ്, അന്യഭാഷ പറയുന്നത് അത് അവിടെ ഇരിക്കട്ടെ, ഒരു പാപം ചെയ്യുമ്പോൾ ഒരു കുറ്റബോധം തരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് തെളിവാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ദൈവത്തിന് നിരക്ക എന്തോ ചെയ്തിട്ട് ഒരു ബോധവും ഇല്ലാത്തവനുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. എന്ത് ചെയ്താലും ഒരു ബോധവും ഇല്ലാത്തവരുണ്ട്. എന്നാൽ ഞാൻ പറയാം, ഒരുവനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ദൈവിക ന്യായവിധിയെക്കുറിച്ചും ബോധ്യം നിൻ്റെ ഉള്ളിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്നെങ്കിൽ ഓർത്തോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുന്നുണ്ടെന്ന്. മറ്റൊക്കെ ഇവിടെ ഇരിക്കട്ടെ, ഏതാ അതിനൊന്നും ഞാൻ എതിരുമല്ല, ഒന്നുമല്ല. പക്ഷെ ഇതില്ലെങ്കിൽ മറ്റേത് നീ കാണിക്കുന്നത് വെറും പ്രഹസനമാ. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വസിക്കുന്നെങ്കിൽ ആദ്യം അവനിൽ വരുന്ന എന്നാന്ന് പറയുമ്പോൾ, ദൈവപ്രമാണത്തിനെതിരായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, അത് വാക്കായാലും കൊള്ളാം, പ്രവൃത്തിയായാലും കൊള്ളാം, ചിന്തയായാലും കൊള്ളാം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള ആ ഒരു കുറ്റബോധം നമ്മളിൽ വരുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനുണ്ടെന്നുള്ളത് തെളിവാ. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളിൽ ഒന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ദൈവിക ന്യായവിധിയെക്കുറിച്ചുള്ളൊരു ബോധ്യം നിനക്കുണ്ടായിരിക്കും. പത്രോസ് പറയുകയാണ്, അവൻ്റെ രക്തത്താൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു?
തളിക്കപ്പെട്ട് വിശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ വിശുദ്ധീകരണം പ്രാപിച്ചവർക്ക് കൊടുക്കുന്ന ഒറ്റ പേരാണ് എന്തുവാ? വൃതന്മാർ. വൃദ്ധന്മാരല്ല, വൃതന്മാർ. വൃതന്മാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? തിരഞ്ഞെടുക്കപ്പെട്ടവർ. എന്തോത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ? കസേരയിടാൻ വേണ്ടി നിങ്ങളെ തിരഞ്ഞെടുത്താൽ നിങ്ങളെ വൃതന്മാരെന്നൊന്നും വിളിക്കത്തില്ല. ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം നിങ്ങളെ ശുദ്ധീകരിച്ച് അതിനുവേണ്ടി മാത്രം നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. ആ വേർതിരിച്ചാൽ മാത്രം പോരാ, ആ വേർതിരിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നവരെയാണ് എന്ത് ചെയ്യുന്നത്? വൃതന്മാരെന്ന് വിളിക്കുന്നത്. മനസ്സിലായോ എന്തോന്ന്? ദൈവം എന്നെ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു, വേർതിരിച്ചിരിക്കുന്നു, അതിനായി എന്നെ ശക്തീകരിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ when you live in that calling, ആ വിളിയിൽ ജീവിക്കുന്നവരെ ആണ് എന്ന് പറയുന്നത് വൃതന്മാരെന്ന് പറയുന്നത്. അഥവാ ഇത് സഭയ്ക്കുള്ള വേറൊരു പേരാ. ഞാൻ പറയുന്നത് ഈ സഭയെക്കുറിച്ചല്ല പറയുന്നത്. ഇത് എനിക്കാ സഭ, ദൈവത്തിൻ്റെ സഭ വേറെയാ. ദൈവത്തിനറിയാം അവൻ്റെ സഭയിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. ഇവിടുത്തെ രജിസ്റ്റർ പേരുള്ളവരൊന്നും ചിലപ്പം എന്ത് ചെയ്യത്തില്ല, അവിടെ കണ്ടത് കാണത്തില്ല. ഒരു സംശയമില്ല, അതിനെ കണ്ട് കാണത്തൊന്നുമില്ല. ഇവിടെ ദശാംശം തരുന്നവരുടെ പേരാണ് ഇവിടുത്തെ ലിസ്റ്റിൽ കിടക്കുന്ന മുഴുവനും. അല്ലാത്തവരുടെ ചിലപ്പോൾ അപ്പം നിൻ്റെ ഒന്നും പേര് ചിലപ്പോൾ ഇവിടുത്തെ പേര് കാണാൻ പല. പക്ഷെ ദൈവത്തിന് സഭ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ സഭയ്ക്ക് ദൈവം ഇട്ടിരിക്കുന്ന പേരാണ് വൃതന്മാർ. ആരാണ് വൃതന്മാർ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട്, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട്, ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട്, ദൈവം ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി വേർതിരിച്ചിട്ട് അതിൽ ജീവിക്കുന്നവർ. പത്രോസപ്പോസ്തലൻ പറയാ വൃതന്മാർക്ക് എഴുതുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ഉള്ള ലേഖനമൊന്നുമല്ല. ഇതാർക്കുള്ളതാ? ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിന് വേണ്ടി, ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവർക്ക് വേണ്ടി, ആ വേർതിരിവിനെ കുറിച്ചുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നവരാ. ആ വേർതിരിവിനെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടോ? ആ ബോധ്യം കർത്താവിനെ വേർതിരിച്ചതാണെന്നൊരു ബോധ്യമുണ്ടോ? ദൈവിക പദ്ധതിക്ക് വേണ്ടി എന്നെ വേർതിരിക്കുന്ന ബോധ്യമുണ്ടോ? അതിനുവേണ്ടി ആ ദൈവം എന്നെ അഭിഷേകം ചെയ്യുന്ന ബോധ്യമുണ്ടോ? അതിനായി ഞാൻ സ്നാനപ്പെട്ടതെന്നൊരു ബോധ്യമുണ്ടോ? സഭയ്ക്ക് വിളിച്ചിരിക്കുന്ന പേര് വൃതന്മാരാ. ഇനി അടുത്ത വാക്യം പറയുന്നു, എഴുതുന്നത് നിങ്ങൾക്ക്. ആർക്ക്? അങ്ങനെയുള്ളവർക്ക്. എന്തോ ചെയ്യട്ടെ? അവരിൽ കാണുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കൃപ, പിന്നൊന്ന് സമാധാനം. ദൈവിക വൃതന്മാരിൽ അല്ലെങ്കിൽ ദൈവസഭയിൽ കാണേണ്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാ. അവരിൽ എന്തോ ഉണ്ട്? കൃപയുണ്ട്. എന്തോ കൃപ? ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സമാധാനം. കാരണം അവിടുന്ന് പോകാൻ നേരത്ത് നമുക്ക് തന്നേച്ച് പോയൊരു വലിയ കാര്യം എന്താണെന്ന് അറിയാമോ? എൻ്റെ സമാധാനം ഞാൻ നമുക്കില്ലാത്തൊരു കാര്യം അതേ ഉള്ളൂ, അല്ലേ? ഇന്നലെ കർത്താവദാസൻ പാസ്റ്റർ ഡെന്നി പോൾ അവിടെ പ്രസംഗിച്ചപ്പോൾ അല്ലേ, അങ്കിയെല്ലാം കൂടെ ആര് കൊണ്ടുപോയി? പടയാളാരും കൊണ്ടുപോയി. പിന്നെ അമ്മയെ യോഹന്നാനും കൊടുത്തു. ഇതാ നിൻ്റെ അമ്മ, എടുത്തോളാൻ പറഞ്ഞു, അല്ലേ? കല്ലറ ജോസഫിന് ഒഴിഞ്ഞു കൊടുത്തു. എന്തോ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലും കൊടുത്തു. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾക്കൊന്നും ഇല്ലയോ? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നമുക്കില്ലാത്ത ആ ഒരു കാര്യമുള്ളൂ. ബാക്കിയെല്ലാം നമുക്കുണ്ട്. അമ്മയും നമുക്കുണ്ട്, നമുക്കല്ല, അമ്മയുണ്ട്, അങ്കിയുണ്ട്, അതെ അതെ, എല്ലാം നമുക്കുണ്ട്. നമുക്ക് എന്തോ മാത്രമില്ല? സമാധാനം മാത്രമില്ല. ശരിയല്ലേ? സമാധാനം ഇല്ലാത്തവരെല്ലാം ഒന്ന് കൈ ഉയർത്താൻ പറഞ്ഞാൽ നിങ്ങൾ ആരും ഉയർത്തില്ലെന്ന് പറയാം. കാരണം സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവസഭയുടെ ഒരു മുഖമുദ്രയാണ് ഇത് രണ്ടും. ഏത് രണ്ടും? ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സമാധാനവും. ഏത് പ്രശ്നങ്ങൾ വന്നാലും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഈ കഴിഞ്ഞ ദിവസം ഒരു മരണമടക്ക ശുശ്രൂഷ കയറുന്നു വന്നിട്ട് ആദ്യം മരിച്ചുപോയ ആ പ്രിയപ്പെട്ടവൻ്റെ ഭാര്യ അവിടെ ഇരിക്കുന്നതാണ്. പറഞ്ഞു, എന്താ അങ്ങനെ ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്കൊരു പിടിയും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു ഒരാൾ. ഞാൻ പറഞ്ഞു, അതാണേ ആ ദൈവസമാധാനം എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു.
എങ്ങനെയാ ദൈവിക? ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേനും അവൾക്ക് ബോധം വരുമായിരിക്കുന്നത്. ബോധം സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവ സമാധാനം. കൂരിൽ താഴ്വര കൂടെ കടന്നു പോകുമ്പോഴും, ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, എല്ലാവരും മാറിപ്പോകുമ്പോൾ, സകലരും മാറി നിന്ന് വിടക്കുന്നുണ്ടുമ്പോഴും, അതിൻ്റെ നടുവിലൂടെ സമാധാനത്തോടെ യാത്ര ചെയ്യാൻ ഉള്ളൊരു ദൈവകൃപയുണ്ടല്ലോ. ദൈവകൃപയുള്ളവനെ സമാധാനത്തോടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? യാത്ര ചെയ്യാനായിട്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവസഭയുടെ മുഖമുദ്രയാ കൃപയും സമാധാനവും. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടതേ കൃപയാല. നമ്മൾ ഈ നിൽക്കുന്ന കൃപയിലോട്ട് നമ്മളെ കൊണ്ടുവന്ന്, ഈ നിൽക്കുന്നത് തന്നെ ഒരു കൃപയാണ്. ഒത്തിരി ഉണ്ട്, കൃപയെക്കുറിച്ച് പറയാൻ ഒത്തിരി ഉണ്ട്. പക്ഷേ സമാധാനമുണ്ടോ നമുക്ക്? സകലതും പ്രതികൂലമായി തീരുമ്പോൾ, എല്ലാവരും കൈവിടുമ്പോൾ, കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക്. എന്നിട്ട് പറഞ്ഞു, അത് ലോകം തരുന്ന പോലെ അല്ല. ദ പീസ് ദാറ്റ് വേൾഡ് ഗീവ്സ് ഇസ് ടെമ്പററി. ലോകം തരുന്ന സമാധാനം എന്തുവാ? ഇല്ലേ, താൽക്കാലികമാണ്. കരയുന്ന കുഞ്ഞിനൊരു മുട്ടായി കൊടുത്താൽ സമാധാനമായി ആ കുഞ്ഞിന്, ഇല്ലയോ? കണ്ടിട്ടില്ലയോ? ഇല്ലേ? നല്ലൊരു കളിപ്പാട്ടം കൊടുത്താൽ ആ മുട്ടായി സമാധാനമായി അവർക്ക്. പിന്നെ വേറെ ചിലർക്കുണ്ട്, നമ്മൾ തന്നെ പറയാം അവന് സമാധാനമായി എന്ന് പറയും, അല്ലേ? നമ്മളെ എതിർക്കുന്നവർക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ അവന് സമാധാനം, അതൊരു സമാധാനം. അവനല്ല സമാധാനം, നമുക്കാ സമാധാനം. ഏതാ അവനങ്ങനെ സംഭവിച്ചുകൊണ്ട്. ആ സമാധാനമൊന്നുമല്ല തമ്പുരാൻ പറഞ്ഞ സമാധാനം. തമ്പുരാൻ പറഞ്ഞ സമാധാനം എന്തുവാ? കഷ്ടങ്ങളിൽ നിൽക്കാനുള്ള സമാധാനമാണ്. പ്രതികൂലങ്ങളിൽ അടിച്ച് മുറിവേൽപ്പിക്കപ്പെട്ട ദൈവദാസന്മാർ തിരുനാമ നിമിത്തം അപമാനം സഹിപ്പാൻ, പീഡ സഹിപ്പാൻ ഞങ്ങളെ യോഗ്യരെന്നെണ്ണിയല്ലോ എന്ന ദൈവസഭയുടെ മുഖമുദ്രയാണ് കൃപയും സമാധാനവും. ചിലരുടെ മുഖം തന്നെ കണ്ടാൽ അറിയാം, there is a grace on their face. ചിലരുടെ മുഖം കണ്ടാൽ അറിയാം അവരുടെ മേൽ എന്തോ ഉണ്ട്, ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. ചിലരെ കണ്ടാൽ തോന്നും. പാസ്റ്റർ മൈക്കിൾ എട്ടൻ റോസിൻ്റെ ഭാഷ ഞാൻ കണ്ടുകൊടുക്കുക. ചിലരെ കണ്ടാൽ തോന്നും നാരങ്ങ വെള്ളത്തിലാണ് ഇവനെയൊക്കെ സ്നാനപ്പെടുത്തിയെന്ന്. ദൈവസന്നിധി വന്നിരുന്നാൽ പോലൊരു സന്തോഷമില്ല, അല്ലേ? അത് എൻ്റെ ഭാഷയല്ല, പാസ്റ്റർ മൈക്കിൾ എട്ടൻ റോസിൻ്റെ വാക്ക്. ചിലരെയൊക്കെ കണ്ടാൽ അവരെ സ്നാനപ്പെടുത്തിയത് നാരങ്ങ വെള്ളത്തിലാണ് സ്നാനപ്പെടുത്തിയതെന്ന് തോന്നും. കാരണം എൻ്റെ മുഖം കണ്ട ഒരു ദൈവ തേജസ്സും ഇല്ല, ഒരു ചിരിയുമില്ല, ഒരു സന്തോഷവുമില്ല, ഒരു സമാധാനമില്ല. എന്നാൽ ചിലരെയൊക്കെ കണ്ടാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം. ഏറിയ പ്രതികൂലങ്ങളുടെ മധ്യേ കടന്നു പോകുമ്പോഴും, ഏറിയ വെല്ലുവിളികളുടെ മധ്യേ കടന്നു പോകുമ്പോഴും, ജീവിതയാത്രയുടെ ഏകാന്തതയിൽ കൂടെ കടന്നു പോകുമ്പോഴും പാട്ടും പാടി സന്തോഷത്തോടെ കടന്നു പോകുന്ന എത്രയോ ഭക്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി മരിച്ചു കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ കിടന്നാൽ മരിക്കുന്നത്, എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിൽ കിടന്നാൽ മരിക്കുന്നത്. അമ്മച്ചി മരിച്ചു എന്നുള്ള വിവരം അപ്പച്ചനെ അറിയിക്കാനുള്ള നിയോഗം ലഭിച്ചത് എനിക്കാണ്. കാരണം രണ്ടും പാസ്റ്റർമാരായതുകൊണ്ട്. അപ്പം ഞാൻ എല്ലാവരും കൂടെ പറഞ്ഞു, നീ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പച്ചനോട്. അമ്മച്ചി മരിച്ചു എന്നുള്ള വിവരം അപ്പച്ചനോട് പറഞ്ഞു. അങ്ങനെ അമ്മച്ചിയോടെ കിടത്തി വെച്ച് ഞങ്ങൾ എല്ലാം ശരിയാക്കാനായിട്ട്, വീടൊക്കെ ശരിയാക്കണമല്ലോ ഇനി, തിരിച്ചു വന്നത്. അപ്പച്ചനെ എങ്ങനെ ഇത് അറിയിക്കുക? ഇനി 2 ആഴ്ച മുമ്പേ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ നിന്ന് പോയതാണ്, പിന്നെ കണ്ടിട്ടില്ല അപ്പച്ചനെ. എങ്ങനെ ഇത് അറിയിക്കും? പിന്നെ പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ എൻ്റെ ബോഡി കൊണ്ടുവരുമ്പോഴത്തേന് ഇത് എങ്ങനെയെങ്കിലും പുള്ളി അതിനൊന്ന് ഒരുക്കണ്ടേ. അപ്പോൾ അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, അപ്പച്ച അമ്മച്ചി നിത്യത്തിലേക്ക് കടന്നുപോയി. ഇമ്മീഡിയറ്റായിട്ട് പുള്ളി പറഞ്ഞാൽ, ഇങ്ങനെയല്ലോ പിതാവേ നിനക്ക് പ്രസാദം തോന്നിയത്. ദാറ്റ് വാസ് ദ ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. പുള്ളിയുടെ വായിൽ നിന്ന് ഉടനെ വന്ന പ്രതികരണം എങ്ങനെന്താ അറിയാം? ഇങ്ങനെയല്ലോ പിതാവേ നിനക്ക് പ്രസാദം തോന്നിയത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവത്തിൻ്റെ സമാധാനം പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പരിശോധനകളുടെ മധ്യത്തിൽ തളരാതെ നിൽക്കാൻ ശക്തിയുള്ള കെൽപ്പുള്ള ഒറ്റ സമൂഹമേ ഈ ലോകത്തിലുള്ളൂ. അത് യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരും ആ കൃപയിൽ ജീവിക്കുന്നവരുമാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സമാധാനവും എന്ത് ചെയ്യട്ടെ? അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഇത് രണ്ടും എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. രക്ഷിക്കപ്പെട്ട നാളിനേക്കാളും കൃപ ഇപ്പോൾ എന്ത് ചെയ്യണം? ഉണ്ടോ? അതോ കുറഞ്ഞിരിക്കുകയാണോ? സമാധാനം കൂടുതലുണ്ടോ കുറഞ്ഞോ? ഇത് വർദ്ധിക്കുമാറാകട്ടെ.
ഇത് പറയാൻ കാരണമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഈ സഭ പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുന്ന സമയത്ത് നാനാ പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന ഒരു സഭയാ. ഒരു സഭയല്ല, അവിടെ കുറച്ചധികം സ്ഥലങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഏർലി ചർച്ച്, ആദിമസഭ നാനാ പരീക്ഷകളാൽ. എന്നിട്ട് വേറൊരു ഭാഗത്ത് പറയും ഈ പരീക്ഷകളെ എല്ലാം കൂടെ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ എന്നാണ് പറയുന്നത്. അത് പൗലോസാ പറയുന്നത് അല്ലേ? ക്രിസ്തുവിൻ്റെ പറയുന്നത്. നമ്മൾ അനുഭവിച്ച എല്ലാ കഷ്ടങ്ങൾക്കുമുള്ള ഒറ്റ പേരെന്നാന്നറിയാമോ? ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചത് എന്തോ ഈ ക്രിസ്തുവിൻ്റെ കഷ്ടം. യേശു ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളെ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, താൻ ശരീരത്തിൽ അനുഭവിച്ച കഷ്ടതകളുണ്ട്, ഫിസിക്കൽ ടോർച്ചർ, താൻ അനുഭവിച്ച ശാരീരിക കഷ്ടങ്ങൾ, മാനസിക കഷ്ടങ്ങൾ. നാം അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകൾക്കും കൂടെയുള്ള ഒറ്റ പേരാ എന്തുവാ? ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ. എന്നിട്ട് പൗലോസ് പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ഈ പറഞ്ഞ സഭ, താൻ ഈ പേര് പറഞ്ഞ ഈ സഭകളെല്ലാം എന്തുവാ? നാനാവിധ കഷ്ടങ്ങളാൽ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്കുള്ള കഷ്ടമല്ല മറ്റേ വിശ്വാസിക്കുള്ള, അദ്ദേഹത്തിൻ്റെ കഷ്ടമല്ല വേറൊരാൾക്കുള്ള, അദ്ദേഹത്തിൻ്റെ പരിശോധനയല്ല വേറൊരാൾക്കുള്ള. ഈ പരിശോധനകളും കഷ്ടങ്ങളും എല്ലാം സഹിച്ച് ഇവരെന്ത് ചെയ്തിരിക്കുക? ദുഃഖിച്ചിരിക്കുക. പക്ഷേ ഈ ദുഃഖത്തെ കഴിയുന്നൊരു സന്തോഷവും കൂടെ ഉണ്ട്. അതെങ്ങനെ ഈ ദുഃഖവും സന്തോഷവും കൂടെ ഒന്നിച്ചു പോകുന്നത്? എങ്ങനെ പോവോ? പ്രസവവേദന ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർക്കെങ്കിലും അറിയാം. ആ വേദനയെ കൂടെ കടന്നു പോകണോ, അതിൻ്റെ അപ്പുറത്തൊരു സന്തോഷമുണ്ട്. എന്തുവാ? ഞാൻ ഈ 10 മാസം കൊണ്ട് നടന്നൊരു പൈതൽ എനിക്ക് ജന്മിക്കാൻ പോകുന്നു, എനിക്കൊരു കുഞ്ഞിന്. അതായത് ഈ വേദനയെ കവിയുന്നൊരു സന്തോഷം. അതാ പത്രോസ് അപ്പോസ്തലനോട് പറയാണ്, നാനാ പരീക്ഷകളാൽ നിങ്ങൾ വേദനിച്ചിരിക്കുന്നു എങ്കിലും അതിനെ കവിയുന്ന ഒരു സന്തോഷം. അപ്പം ദൈവസഭയുടെ അടുത്ത ഒരു നേച്ചർ, സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തുവാ? കഷ്ടതയിൽ സന്തോഷിക്കുന്നവരാ. കഷ്ടതയില്ലാന്ന് ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്നെങ്കിൽ അവർ ദൈവവചനപ്രകാരമല്ല പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, ഭക്തിയോടെ ജീവിക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കഷ്ടതയുണ്ട്. കഷ്ടതയില്ലാത്തൊരു ക്രിസ്തീയ ജീവിതം ആരെങ്കിലും നയിക്കുന്നത്, ഞാൻ പറയാം, അവൻ ക്രിസ്തീയ ജീവിതമല്ല നയിക്കുന്നത്, അവൻ ഏതാണ്ട് വേറെ ജീവിതമാണ് നയിക്കുന്നത്. എൻ്റെ തമ്പുരാനുണ്ടായിരുന്നു, അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നു. ദൈവസഭ മുഴുവനും കഷ്ടതയെ കൂടെ കടന്നു പോയതാ. അപ്പോഴേ നമ്മളോട് പാടുന്ന അടുത്തത് എന്നോന്നറിയാമോ? ഇവര് കൃപയും സമാധാനവും പ്രാപിച്ച. അതുകൊണ്ടാണ് ദൈവസഭയെ പരാജയപ്പെടുത്താൻ കഴിയുന്നത്. ദൈവസഭയൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ പഴയ നിമിത്തം ഒരു ഭക്തനെ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരും. ഇയ്യോബ് എന്ന് പറഞ്ഞ മനുഷ്യൻ അല്ലേ? താൻ അനുഭവിച്ച കഷ്ടത, താൻ കടന്നുപോയ വേദന, അവിടെ എല്ലാം അവസാനം എഴുതിയിട്ടുണ്ട്. ഇവയൊന്നിനാലും തൻ്റെ ആധരങ്ങളാൽ അവൻ എന്ത് ചെയ്തില്ല? പാപം ചെയ്തില്ല. അപ്പോഴും അവൻ പാടുന്നൊരു പാട്ടുണ്ട്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, അവൻ ഒടുവിൽ പൊടുമയിൽ നിൽക്കും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. കഷ്ടതയുടെ മധ്യത്തില്, പ്രതികൂലങ്ങളുടെ മധ്യത്തില്, ഒറ്റപ്പെടുത്തലുകളുടെ മധ്യത്തില് ദൈവകൃപയിലും ദൈവസമാധാനവും വർദ്ധിച്ചു വരുന്ന ഒരു തലമുറയാണ്, അല്ലെങ്കിൽ ഒരു ജനറേഷൻ, ഒരു തലമുറയാണ്, ഒരു കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. അപ്പോൾ ഞാൻ 6 കാര്യങ്ങൾ ഇതോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതെന്തിനാണ് ഈ പദങ്ങളൊക്കെ പൗലോസ് ഉപയോഗിക്കുന്നത്? ഇതൊരു പസിലാണ്. പസിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്തുവാ? പ്രശ്നോത്തരി പടങ്ങൾ ഇങ്ങനെ കുറേ മുറിച്ചിട്ടിട്ട് അവസാനം അതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുന്നൊരു പരിപാടിയില്ലേ? അതിനെന്തോ പറയാ? പസിൽ എന്ന് തന്നെ പറയാം. അതിൻ്റെ പസിൽ എന്ന് തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല അല്ലേ? കുറേ പടങ്ങൾ അതിൻ്റെ 2 അറ്റത്തും പടം കാണും. അപ്പോൾ ഒരു കൊച്ചിൻ്റെ കയ്യിൽ എന്ത് ചെയ്തെന്നറിയാമോ? ഇങ്ങനെ ഇതെല്ലാം എല്ലാം ചിന്നപിന്നാക്കിയിട്ടിട്ട് അവനോടത് നേരെയാക്കാൻ പറഞ്ഞു കൊടുത്തു. അവൻ പെട്ടെന്ന് അങ്ങ് നേരെയാക്കി. അപ്പോൾ ചോദിച്ചു, നീ എങ്ങനെയാണ് അത് നേരെയാക്കിയ? ഇതിൻ്റെ മറുവശത്ത് ഒരു മനുഷ്യൻ്റെ പടം ഉണ്ടായിരുന്നു, അവൻ നേരെയായി, മറ്റേ പ്രശ്നം ശരിയാവുമെന്ന് പറഞ്ഞു. ഇതിൻ്റെ എല്ലാം പുറകില്ല. അതായത് ഈ കാണുന്ന ഇതെന്തോ വെക്കണ്ടേ, ഇവർക്ക് കപ്പലിൻ്റെ ഒച്ച എവിടെയാണെന്ന് അറിയത്തില്ല എന്തുവാന്ന്. പക്ഷെ അങ്ങനത്തെ ഒരു വലിയ സങ്കീർണമായ ഒരു പദപ്രശ്നമല്ല, ഈ സങ്കീർണമായിരിക്കുന്ന പസിലാണ് എന്ത് ചെയ്തത്? ഇവൻ്റെ മുമ്പാകെ ഇട്ട് കൊടുത്ത് അവൻ 5 മിനിറ്റ് കൊണ്ട് സാധനം ശരിയാക്കി കൊടുത്തു. അവൻ്റെ അപ്പനും കണ്ടിച്ച് വണ്ടർ, നീ ഇതെങ്ങനെയാടാ ശരിയാക്കി? അപ്പച്ചനറിയാമോ? ഇതിൻ്റെ മറുവശത്തൊരു
മനുഷ്യനുണ്ട്. അവനെ നേരെയാക്കിയപ്പോഴത്തേന് ഇത് ശരിയാ. എല്ലാ പ്രശ്നവും നേരെ അവൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, മനുഷ്യനൊന്ന് നേരെയായാൽ മതി. കുടുംബത്തിലെ പ്രശ്നം എല്ലാം തീരില്ലയോ? മനുഷ്യനൊന്ന് നേരെയായാൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ ദൈവസഭയുടെ ഒരു കറക്റ്റ് പിക്ചർ, ദൈവസഭ എന്താണെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറേ പസിൽ പദങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേരുന്നതാ ദൈവത്തിൻ്റെ സഭ. അപ്പോൾ പത്രോസ് അപ്പോസ്തലന് അതിനാവശ്യമായ പദപ്രയോഗങ്ങൾ വെളിപ്പെടുത്തുക. 6 കാര്യങ്ങൾ ഇതിനോടകം താൻ പറഞ്ഞു കഴിഞ്ഞു. 1, പിതാവായ ദൈവത്താൽ മുന്നറിഞ്ഞവർ. 2, പരദേശികൾ. 3, ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചവർ. 4, അനുസരണത്തിൽ ജീവിക്കുന്നവർ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണം പ്രാപിച്ച് ജീവിക്കുന്നവർ. 5, വൃതന്മാർ. 6, കൃപയും സമാധാനവും പ്രാപിച്ചവർ. ഇനി താഴോട്ട് വായിക്കാം നമുക്ക്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി, അതിന് മുഴുവൻ വായിച്ചു, നാം ജീവനുള്ള പ്രത്യാശയ്ക്കായി വിളിക്കപ്പെട്ടവരാണ്. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തെ മാത്രമാണ് പ്രത്യാശ വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റ് മനുഷ്യനേക്കാൾ ഒരു വിശേഷതയില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ജീവനുള്ള പ്രത്യാശയുണ്ട്. ഉണ്ടോ? ചില നേരത്തൊക്കെ നമ്മുടെ പ്രത്യാശ, നമ്മുടെ വാക്കിലെ വാക്കായിട്ട് ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ ഈ ശൗലിൻ്റെ കൈകൊണ്ട് ചാവത്തേ ഉള്ളൂ. ഏതാ അഭിഷേകതാനും നില വീണവനും ഇസ്രായേലിൻ്റെ രാജാവായിരിക്കാൻ അഭിഷേകം കിട്ടവനും ഒക്കെ അല്പകാലത്തേക്ക് വന്നൊരു ചെറിയ പ്രശ്നത്തിൻ്റെ മുമ്പിൽ വന്നപ്പോഴത്തേനും അവൻ എന്താ പറഞ്ഞു? ഒരു ദിവസം എന്ത് ചെയ്തു? അവൻ പറഞ്ഞു, ഞാൻ ഈ ശൗലിൻ്റെ കൈയാൽ ചാവത്തേ ഉള്ളൂ. നമ്മുടെ പ്രത്യാശയ്ക്കൊക്കെ എവിടേക്കോ എന്തോ പറ്റിയിരിക്കുന്നു, ഭംഗം സംഭവിച്ചിരിക്കുന്നു. പക്ഷെ ദൈവസഭയെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ജീവനുള്ളൊരു പ്രത്യാശ ദൈവം നൽകി കൊടുത്തിട്ടുണ്ട്. ദൈവസഭയുടെ അടുത്ത ലക്ഷണം അതാണ്. അതുകൊണ്ടല്ലേ നമ്മൾ പാടാറുള്ള കാലമെല്ലാം കഴിയും, ഇന്ന് കാൺമതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. ഒരിക്കലും നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാൻ പാടില്ല. ഒരിക്കലും നമ്മുടെ പ്രത്യാശയ്ക്ക് കോട്ടം സംഭവിക്കാൻ പാടില്ല. അപ്പം ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് അവർ ജീവനുള്ള പ്രത്യാശയ്ക്കായി വിളിക്കപ്പെട്ടവരാ. അതിനെ ജീവനുള്ള പ്രത്യാശ എന്ന് വിളിക്കാൻ കാരണമുണ്ട്. കാരണം ആ പ്രത്യാശയാലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ജീവൻ നൽകി തരുന്നത് ഈ പ്രത്യാശയാ. കാഹളം ധ്വനിക്കും, മരിച്ചവരക്ഷരായർക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടെ എടുക്കപ്പെടുമെന്നുള്ള ഒരു വലിയ പ്രത്യാശ. ദൈവമക്കൾക്കും ആ പ്രത്യാശ പോയോന്ന് ഇപ്പോൾ ഒരു ചെറിയ സംശയം. കർത്താവ് വരുമെന്നുള്ള ആ ഒരു ബോധത്തിലൊന്നും അല്ല നമ്മുടെ പലരുടെയും ജീവിതം. ആദിമസഭയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അതായിരുന്നു, നമ്മുടെ കർത്താവ് വരുന്നു. അവർക്ക് തമ്മിൽ കാണുമ്പോൾ പറയാനുള്ളത് അതേ ഉള്ളൂ, കണ്ട് പിരിയുമ്പോഴും അതേ പറയാനുള്ളൂ. ദൈവമക്കളെ, അത് മറന്നു പോകരുത്. നമ്മളാരും ഇവിടെ ചിരഞ്ജീവികളല്ല. എപ്പോൾ വേണേലും എന്ത് വേണേലും നമ്മുടെ ജീവിതത്തിന് സംഭവിക്കാം. എന്ത് സംഭവിച്ചാലും നമ്മുടെ പ്രത്യാശയെ നമ്മൾ കൈവിടരുത്. നമ്മുടെ കർത്താവ് വരും. നമ്മളതിനു വേണ്ടി ഇറങ്ങിയത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ദൈവസഭയുടെ അടുത്ത ലക്ഷണമെന്ന് പറയുന്നത് എ കമ്മ്യൂണിറ്റി ഓഫ് ഹോപ്പ്, പ്രത്യാശയുള്ള ഒരു ജനമഴ. നിങ്ങളൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, ഈ പണ്ട് എഴുതിയ പാട്ടുകളിലെല്ലാം അധികവും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്, പ്രതിപാദിച്ചുകൊണ്ടിരുന്നത്. അധികവും നമ്മൾ ഇവിടെ ആണോ നമ്മുടെ ശ്രദ്ധ മുഴുവനും? നമ്മുടെ പ്രത്യാശ നാടിനെക്കുറിച്ച് നമ്മൾ മറന്നുപോയോ? നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിയവരാണെന്ന് മറന്നോ? പത്രോസ് സഭയെ ഓർമ്മപ്പെടുത്തുകയാണ്, യു ആർ എ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി and you have a hope, and that hope is different from the world. നിങ്ങൾ പ്രത്യാശയുള്ളൊരു സമൂഹമാണ്. ആ പ്രത്യാശ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പ്രത്യാശ പോലല്ല,
അതിൽ നിന്ന് വ്യത്യാസമുള്ളൊരു പ്രത്യാശയാണ്. അത് സ്വർഗത്തിൽ നമ്മുടെ കർത്താവ് വരുമെന്നുള്ളൊരു പ്രത്യാശയാണ്. ആ പ്രത്യാശ നഷ്ടപ്പെടാതെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിനെ വെച്ചാൽ ബാക്കി അടുത്ത ആഴ്ച ഈ പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു കാര്യം ചെയ്യണം. അതും കൂടെ പറഞ്ഞു തന്നെ, അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ താൻ നിർമ്മലീകരിക്കട്ടെ.